നമസ്കാരം, ഞാൻ എം ജി പ്രതീഷ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. കാണാനില്ല കർണനെ. സുപ്രീം കോടതി തടവ് ശിക്ഷ വിധിച്ച ജസ്റ്റിസ് കർണനെ തേടി കൊൽക്കത്ത പോലീസ്. ചെന്നൈയിൽ നിന്ന് കർണൻ ആന്ധ്രയിലേക്ക് മുങ്ങിയതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് കാളഹസ്തിയിൽ തിരച്ചിൽ. തടവ് ശിക്ഷയ്ക്കെതിരെ അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചേക്കുമെന്നും സൂചന. കോടതിയലക്ഷ്യ കേസിൽ ശിക്ഷിക്കപ്പെട്ട ഹൈക്കോടതി ജഡ്ജിയെ തേടി ബംഗാൾ പോലീസ് സംഘം ഇന്നലെ ചെന്നൈയിലെ വസതിയിലെത്തിയെങ്കിലും കണ്ടെത്താനായില്ല. പോലീസ് എത്തുന്നതിന് തൊട്ടുമുമ്പ് കർണൻ ആന്ധ്രയിലേക്ക് കടക്കുകയായിരുന്നു. ആന്ധ്രയിലെ ശ്രീകാളഹസ്തി ക്ഷേത്രത്തിൽ കർണൻ ഇന്ന് ദർശനത്തിനെത്തുമെന്ന പ്രതീക്ഷയിൽ അന്വേഷണ സംഘം. അറസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടായേക്കും. ജുഡീഷ്യറിയെ നിരന്തരം വെല്ലുവിളിച്ച ജസ്റ്റിസ് കർണന് സുപ്രീം കോടതി 6 മാസത്തെ തടവ് ശിക്ഷ വിധിച്ചത് ചൊവ്വാഴ്ച രാവിലെ. ATM-ൽ ഇരുട്ടടി. സൗജന്യ ATM ഇടപാടുകൾ പൂർണ്ണമായും നിർത്തി SBIയുടെ ഇരുട്ടടി. ATM വഴിയുള്ള ഓരോ ഇടപാടിനും ഇനി 25 രൂപ സർവീസ് ചാർജ്. മുഷിഞ്ഞ നോട്ടുകൾ മാറ്റിവാങ്ങുന്നതിനും ഫീസ. സർവീസ് ചാർജുകൾ നിലവിൽ വരുന്നത് ജൂൺ 1 മുതൽ. മുത്തലാഖിൽ വാദം. മുത്തലാഖ് കേസിൽ സുപ്രീം കോടതിയുടെ വാദത്തിന് ഇന്നു മുതൽ തുടക്കം. കേസ് പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് JS ഖഹാർ അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ച്. ജസ്റ്റിസുമാർക്ക് സഹായത്തിന് അമിക്കസ് ക്യൂറിയായി മുൻ കേന്ദ്ര നിയമമന്ത്രി സൽമാൻ ഖുർഷിദ്. മുത്തലാഖും ബഹുഭാര്യാത്വവും ഇസ്ലാം അനുശാസിക്കുന്നതല്ലെന്ന് സുപ്രീം കോടതിയിൽ നേരത്തെ നൽകിയ സത്യവാങ്മൂലത്തിൽ കേന്ദ്ര സർക്കാർ. കേന്ദ്ര നിലപാടിനെ എതിർത്ത് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ്. കോടതിക്ക് അവധിയാണെങ്കിലും മുത്തലാഖ് കേസിൽ വാദം കേൾക്കുന്നത് നേരത്തെ തീരുമാനിച്ചതിനനുസരിച്ച്. പ്രഹരവും പ്രകോപനവും. ജമ്മു കാശ്മീർ അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാക് പ്രകോപനം ശക്തം. നൌഷേര സെക്ടറിൽ പാകിസ്ഥാൻ സൈനികർ നടത്തിയ മോട്ടാർ ആക്രമണത്തിൽ പ്രദേശവാസിയായ സ്ത്രീ മരിച്ചു. 2 പേർക്ക് പരിക്ക്. നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാക് സേനയുടെ ബങ്കറുകൾ തകർക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇന്ത്യൻ സേന പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ആക്രമണം. ജ്ഞാനോദയത്തിന്റെ ലങ്കാപുരി. രാജ്യാന്തര ബുദ്ധമത സംഗമത്തിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ശ്രീലങ്കയിൽ. 100-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്ന സംഗമം ശ്രീബുദ്ധന്റെ ജനനം മുതൽ ജ്ഞാനോദയം വരെ അനുസ്മരിച്ച് 2 ദിവസം നീളുന്ന സന്ദർശനത്തിൽ ലങ്കൻ നേതാക്കളുമായി ഔദ്യോഗിക ചർച്ചകളില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യൻ പ്രധാനമന്ത്രി ബുദ്ധമത സംഗമത്തിൽ പങ്കെടുക്കുന്നത് ഏറ്റവും വലിയ അംഗീകാരമെന്ന് ശ്രീലങ്കൻ പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗയും പ്രസിഡന്റ് മൈത്രിപാല സിരിസേനയും. സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുമെന്ന് നരേന്ദ്രമോദി. ശ്രീലങ്കയിലെ തമിഴ് വംശജരുമായി മോദി കൂടിക്കാഴ്ച നടത്തും. മതിൽ തകർന്ന് 25 മരണം. രാജസ്ഥാനിലെ ഭരത്പൂരിൽ വിവാഹ മണ്ഡപത്തിന്റെ മതിൽ തകർന്നു വീണ് 25 മരണം. 30ഓളം പേർക്ക് പരിക്ക്. 12 അടിയിലധികം ഉയരമുള്ള കൂറ്റൻ മതിൽ വീണത് ഇന്നലെ രാത്രി വീശിയടിച്ച ശക്തമായ മണൽക്കാറ്റിൽ. 90 അടിയോളം നീളമുണ്ടായിരുന്ന മതിൽ ആൾക്കൂട്ടത്തിന് മീതേക്ക് പൊടുന്നനെ വീഴുകയായിരുന്നു. ദുരന്തത്തിനിരയായത് വിവാഹ ചടങ്ങുകൾക്ക് ശേഷം സത്കാര വിരുന്നിൽ പങ്കെടുത്തവർ. മതിലിനോട് ചേർന്നൊരുക്കിയ ഭക്ഷണപ്പുരകൾക്ക് സമീപം ആഹാരം കഴിച്ചുകൊണ്ടിരുന്നവരാണ് 5 കുട്ടികൾ ഉൾപ്പെടെ മരണമടഞ്ഞവരിൽ ഏറെയും. ദുരന്തത്തിൽ അനുശോചിച്ച് മുഖ്യമന്ത്രി വസുന്ധര രാജെ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.